ഭജരണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 27 രണ്ടാമത്തെ വീഡിയോ ആണ്. ക്ഷമിക്കുക. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ രാവിലെ ഒരിടത്ത് ഒരു ചടങ്ങിന് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ പോയി മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സോളർ എനർജി, ഒന്നിലധികം സോളർ എനർജി മനസ്സിലായി. അതുകൂടാണ്ട് ദേവതകളുടെ എനർജി മനസ്സിലായി. അപ്പോൾ അവിടെ ഉള്ള ചിലർക്ക് കൂടി ഈ എനർജി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും ആ സ്ഥലം, ഇവർക്ക് അച്ഛനമ്മമാരുണ്ടെങ്കിലും ഇവർക്ക് ആ സ്ഥലം അവരുടെ കുടുംബത്തിന് ഒരു ഫാമിലി ദാനം കൊടുത്തതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ദാനം കൊടുത്തതിൻ്റെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്, കുടുംബമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ആ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ദാനം കൊടുത്ത ആൾക്കാരുടെ എനർജി ആയിരുന്നു. അവരിപ്പോഴില്ല, ജീവിച്ചിരിപ്പില്ല. ആ തലമുറകൾ എന്ന് പറഞ്ഞാൽ ആ ഇത് തിന്നു. പക്ഷേ അവരുടെ മരണാനന്തര ചടങ്ങ് ചെയ്തു. അതിൻ്റെ അസ്ഥി കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷം അവർക്കുള്ള ചടങ്ങുകൾ കിട്ടാത്ത കൊണ്ട് അവരുടെ സ്ഥലത്തുള്ള ചിലരെ എന്ന് പറഞ്ഞാൽ അവർ ലാസ്റ്റ് താമസിച്ചിരുന്ന വീട് എവിടെ നിന്നാണോ അവർ ദേഹം വെടിഞ്ഞത് അവിടെ പ്രസൻസ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ കാര്യമൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രസൻസ് ഫീലാകുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ചടങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞ്, കാര്യം സാധാരണ മക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരെ ചെറുപ്പം തൊട്ട് കണ്ട് പരിചയമുള്ളത് കൊണ്ട് ദത്ത് കൊടുത്തതാണ്. മക്കളെപ്പോലെ കരുതി ദത്ത് കൊടുത്തതാണ്, ദാനം കൊടുത്തതാണ്. ദത്ത് കൊടുത്തല്ല, ഈ ദാനം കൊടുത്താണ് സ്ഥലം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇന്ന് അമാവാസി ദിനത്തിൽ ചെയ്യാമെന്ന് കണ്ടിട്ട് ഇന്ന് അവിടെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യുമ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമാവാസി ദിനത്തിലാകുമ്പോൾ പിതൃക്കളുടെ ദിവസമാണ്. പൗർണമി ദേവതകളുടെയും അമാവാസി പിതൃക്കളുടെയും ദിവസമാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ സൂര്യചന്ദ്രൻ്റെ അധീനതയിലുള്ള എനർജി ഷിഫ്റ്റ്, എനർജി ബാലൻസിങ് വരുന്ന സമയമാണ് അമാവാസി പൗർണമി. ഈ സമയങ്ങളിൽ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് ചടങ്ങ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ കുടുംബ പുരോഹിതനുണ്ട്. അവിടെ വന്ന് ശ്രീ രവിഭട്ട് എന്നുള്ള പുരോഹിതനാണ്, കൊച്ചിയിൽ നിന്നുള്ള പുരോഹിതനാണ്. GSB സമുദായാംഗമായ ഒരു പുരോഹിതനാണ് അവിടെ വന്നത്. അപ്പോൾ പുരോഹിതൻ വന്നു, സങ്കല്പം കൊടുത്തതിന് ശേഷം ഇത് തുടങ്ങി. ഞാൻ മെഡിറ്റേഷൻ തുടങ്ങി. റൂമിൽ മെഡിറ്റേഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അവിടെ ഹനുമാൻ്റെ എനർജി വർക്ക് ചെയ്യുന്നു. ആ വീട്ടിൽ അതിനു മുമ്പ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഹനുമാൻ്റെ എനർജി വരേണ്ട ഒരു കാരണവും അവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഈ പുരോഹിതൻ കണ്ടിട്ടുണ്ടെങ്കിലും പേഴ്സണലി അത്ര പരിചയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പേര് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, താങ്കൾ അമ്പലത്തിൽ പൂജിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അമ്പലത്തിൽ പൂജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഞങ്ങൾക്ക് TD അമ്പലം, മട്ടാഞ്ചേരി ചെർളായി ഭാഗത്ത് TD അമ്പലമുണ്ട്. കേരളത്തിൽ GSBകളുടെ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ അമ്പലമാണെന്ന് പറയാം. ഭയങ്കര എനർജറ്റിക് ആയ ഒരു അമ്പലമാണ്. ആ അമ്പലത്തെക്കുറിച്ച് വേറെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ പാരമ്പര്യമായിട്ടുള്ള അവകാശങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ്, വാദ്യാർജി താങ്കളുടെ ഇതിൽ ഒരു ഹനുമാൻ്റെ എനർജി പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹനുമാൻ്റെ എനർജി പ്രസൻസ് അല്ലേ, എനർജി ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബം പണ്ട് തൃപ്പൂണിത്തുറയിൽ ഇതുപോലെ ശ്രീരാമ ക്ഷേത്രമുണ്ട്, ഗൗഡസാരസ ബ്രാഹ്മണരുടെ കൊങ്ങിണി എന്ന് പറയപ്പെടുന്ന. എനിക്ക് വേണം ചക്കംകുളങ്ങര അമ്പലത്തിൻ്റെ തെക്കുവശത്തും കണ്ടുവരും ഇത്. അപ്പോൾ അവിടെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഹനുമാനുണ്ട്. ഭയങ്കര പവർഫുള്ളാണ് ഹനുമാൻ. അവിടുത്തെ തൃപ്പൂണിത്തുറ ഗൗഡസാരസ ബ്രാഹ്മണരുടെ അമ്പലത്തിൽ തെക്ക് കിഴക്കേ മൂലയിൽ വടക്കോട്ട് നോക്കി ഹനുമാൻ ഇരിപ്പുണ്ട്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഒപ്പം അല്ലെങ്കിൽ അതിക്കും മേലെ ലങ്കയിൽ പോയി കാര്യം നേടാൻ പോകുന്ന ഹനുമാൻ്റെ ആ ഒരു പ്രൗഢിയോടെയൊക്കെയാണ് ആൾ നിൽക്കുന്നത്. ഭയങ്കര പവറാണ്. ഈ പറയുമ്പോൾ തന്നെ എൻ്റെ ശരീരത്ത് ആ എനർജി ഫീലാകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അവിടെ പൂജ ചെയ്തിരുന്നതാണെന്ന് പറഞ്ഞു. എത്രയോ തലമുറകൾക്ക് മുമ്പ് അദ്ദേഹം കൊച്ചി വന്നതാണ്. പക്ഷേ അദ്ദേഹം ഒരു ചടങ്ങിന് ഒരിടത്ത് വന്നപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ മെഡിറ്റേഷൻ ഇരുന്നപ്പോഴത്തേക്ക് ആ ഹനുമാൻ്റെ എനർജി പ്രസൻസ് അവിടെ കാണിച്ചു. അതാണ് ദേവതകളെന്ന് പറയുന്നത്. അതാണ് മനസ്സിലായത്. നമ്മൾ വിചാരിക്കും നമ്മൾ വെറുതെ പോയി എന്ന് പ്രാർത്ഥിച്ചല്ലേ, ഏതോ തലമുറ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞു എന്ന് വിചാരിക്കണതല്ല. നമ്മുടെ ഊണിലും ഉറക്കത്തിലും നമ്മുടെ സഹചാരിയായി ആ എനർജി നമ്മുടെ കൂടെ കാണും. നമ്മളത് മനസ്സിലാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ചടങ്ങ് പിന്നെ ഞാൻ കടച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ ഒരു കാര്യം കിട്ടുമ്പോഴത്തേക്കും കറണ്ട് വരുന്നു. ഭയങ്കര രസമായത്. ഞാൻ നേരത്തെ ഒരു വോയിസ് പറഞ്ഞ പോലെ, ഏതോ അബാക് മീഡിയയുടെ വോയിസ് ഇട്ട പോലെ, ഈ ദേവതകളും നമ്മളുമായിട്ട് ഹൈഡ് ആൻഡ് സീക്കാണ് നടക്കുന്നത്. മനസ്സിലായി? ഒളിച്ചേ പാത്തേ എന്നുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ട്യൂൺ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നടന്നു എന്ന് പറയുന്നില്ലേ, എല്ലാവർക്കും കിട്ടുന്ന കറക്റ്റ് ആകണമെന്നുമില്ല. നമുക്ക് ദീക്ഷകൾ തന്ന ഗുരുക്കന്മാരോട്
അചഞ്ചലമായ ഭക്തിയോടെ വിശ്വാസത്തോടെ എന്തൊക്കെയാകട്ടെ, അത് കഴിഞ്ഞിട്ട് ഗുരുവിൻ്റെ എന്തൊക്കെയായാലും നമുക്ക് ആ ഗുരുക്കന്മാരോട് ഭക്തി കാണാം. എനിക്ക് അങ്ങനെ ദീക്ഷ തന്ന 3-4 ഗുരുക്കന്മാരുണ്ട്, എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുണ്ട്, മൈൻഡ് പവർ ഉൾപ്പെടെ ഹിപ്നോട്ടിസം ഉൾപ്പെടെ പഠിപ്പിച്ച ഗുരുക്കന്മാരുണ്ട്. അതൊക്കെ എനിക്കിപ്പോൾ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ, ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ പല കാര്യങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ 3 ചുവട് വെച്ച് ഗയ്യയിലേക്ക് പോയി അവിടെ വെച്ച് നടത്തുന്നു എന്ന് കാണാൻ പറയുന്നു. അവരുടെ പ്രസൻസ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഒരു റൂമിലിരുന്നാണ് കഥ കടച്ചാണ് ചെയ്തത്. പക്ഷേ അപ്പോഴത്തേക്കും പറഞ്ഞ് കഥ തുറന്നിട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ കറക്റ്റ് പിണ്ടം വയ്ക്കുന്ന സമയമാണ്. അവരെ സങ്കല്പിച്ച് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചോപചാരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ അന്ന് കഴിക്കുമോ അതൊക്കെ നേദിച്ചിട്ട് അവർക്കും ഓരോ പങ്ക് വയ്ക്കും. വെറുതെ അരിയും ശർക്കരയും ഇത് ഇട്ടതല്ല, എല്ലാ ചോറ്, പരിപ്പ്, ഞങ്ങൾ എന്തൊക്കെ കറികൾ കഴിക്കുന്നോ അതൊക്കെ ഞങ്ങൾ അവിടെ സങ്കല്പിച്ച് വയ്ക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ കഥക് തുറക്കാൻ പറഞ്ഞ് എനിക്ക് പുറത്ത് നടക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാര്യം ഞാൻ അവിടെ ഇരുന്ന് കഥക് നന്നായിട്ട് വലിച്ചടച്ചിട്ട് മെഡിറ്റേഷനിലിരിക്കുകയാണ്. പക്ഷേ ഇത് തുറന്നപ്പോൾ അവിടെ കറക്റ്റ് പിണ്ടം, ഇവർക്ക് സങ്കല്പം കൊടുക്കാനും പിണ്ടം വയ്ക്കാനും പോകുന്നു അതിൻ്റെ ആൾ. അപ്പോൾ അത് ആ എനർജി ഇതായി. കാര്യം വളരെ നല്ല രീതിയിൽ. പിന്നെ ആ പിണ്ട സമർപ്പണമുണ്ട്. ഏതെങ്കിലും ജലാശയത്തിൽ കൊണ്ടുപോയി പിണ്ട സമർപ്പണത്തിൻ്റെ സമയത്ത് ഞാനും പോയി ആ 3 തലമുറകളുടെ പേരൊക്കെ ഇത് ചെയ്ത് സങ്കല്പം ചെയ്ത് അങ്ങനെ വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. നമ്മളെ സഹായിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഏത് എനർജി ആണെങ്കിലും നമ്മളിൽ വർക്ക് ചെയ്യും. നമ്മുടെ ഒരു ആവശ്യത്തിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അവരെപ്പോഴും നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതി മൂലം, നമ്മുടെ ആജ്ഞാചക്രമോ അല്ലെങ്കിൽ 6th സെൻസ് വർക്ക് ചെയ്യാത്തത് മൂലം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിലെല്ലാവർക്കും മാറ്റം വരട്ടെ. ഈ വീഡിയോ അതിനുവേണ്ടി പ്രയോജനമാകട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇന്നിപ്പോൾ ഞാൻ വിളിച്ചു തുടങ്ങിയിട്ടില്ല, അരമണിക്കൂറിനുള്ളിൽ വിളിച്ചു തുടങ്ങും. ഇനി ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിലെന്താണ് വെച്ചാൽ എന്നെ വിളിച്ച് ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ സമയം അത്രയ്ക്ക് നല്ലതാണ്, ഒരു കാര്യം നടക്കുന്നില്ല. ഞാൻ പോസിറ്റീവായിട്ട് കാര്യം പറയുകയല്ലേ. ഇന്ന് അവിടെ മെഡിറ്റേഷൻ ചെയ്തിരിക്കുമ്പോൾ അപ്പം ഞാനൊരാളെ വിളിച്ച് ഫോൺ ചെയ്ത്, ഞാൻ പറഞ്ഞിട്ടല്ല ഫോൺ ചെയ്തിട്ട് ഞാൻ ചോദിച്ചു എന്തുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ചെയ്തു, പിറ്റേ ദിവസം ചെയ്യാൻ പറ്റിയില്ല സാറേ എന്ന് പറഞ്ഞു. കാര്യം അത്രയ്ക്ക് ഇതാണ് ആ ഒരു കാര്യം. നമ്മളൊരു റെയിൽവേ ക്രോസിൽ പെട്ട പോലെ ട്രെയിൻ എപ്പോൾ വരുന്നു എപ്പോൾ പൊക്കുമെന്നറിയില്ല, ആ അവസ്ഥയായിരിക്കും ചില സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. കാര്യം അങ്ങനെ വിളിക്കാത്തതാണ്, ആ ഉച്ച സമയത്താണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ ഇതിൽ നിന്ന് പുറകിലേക്ക് കൊണ്ടുവരാൻ പല രീതിയിലുള്ള ശ്രമങ്ങളുണ്ടാകും. അതാണ് പ്രാരബ്ധ കർമ്മം. ഞാൻ അതിനെ പറയണേ PSA എന്നാണ്, പ്രൊമോഷൻ സെലക്ഷൻ അപ്രീസിയേഷൻ. പ്രാരബ്ധം എന്നുള്ളത് നമ്മുടെ പ്രൊമോഷൻ ടെസ്റ്റായിട്ട് കാണുക, സഞ്ചിതം എന്നുള്ളത് നമ്മുടെ സെലക്ഷനായിട്ട് കാണാം. നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. നല്ലത് ചെയ്യണോ, വെജിറ്റേറിയൻ കഴിക്കണോ, നോൺ കഴിക്കണോ. ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ, അല്ലാണ്ട് വെജും നോണുമായിട്ട് കമ്പയർ ചെയ്തത്. അതനുസരിച്ച് അപ്രീസിയേഷൻ, ആഗമിക കർമ്മങ്ങൾ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ എന്തെങ്കിലും സന്തോഷകരമല്ലാത്ത എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതോ ഈ ജന്മത്തിലോ അതിന് മുൻജന്മത്തിലോ ചെയ്ത അന്നത്തെ സഞ്ചിത കർമ്മത്തിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ ആ വ്യക്തിയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും ഇത് വർക്ക് ചെയ്യുമോ എന്ന്. തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. ചിലപ്പോൾ വെറുതെ വെള്ളം തളിക്കാനായിരിക്കും പറയുന്നത്. അതെനിക്ക് ഇൻഡ്യൂഷൻ കിട്ടി. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ആരെങ്കിലും ചിലർ ദക്ഷിണ എമൗണ്ട് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നത്, ദയവ് ചെയ്ത് ചോദിക്കില്ല, എനിക്ക് തന്നെ നാണം തോന്നുന്നു. ഞാൻ അതിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ഇത് എൻ്റെ സ്വാർത്ഥതയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തു തരാമെന്ന് പറയുന്നത് എൻ്റെ ആത്മബലം. ഉദരേ ആത്മനാത്മാനം എന്നാണ്. നമ്മുടെ ആത്മബലം ഉയർത്താൻ നമ്മൾ ഇത് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് സൗജന്യം ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ആത്മതലം ഉയർത്താനുള്ള ശ്രമം, എനിക്ക് തന്ന അറിവ് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തി ആത്മതലം ഉയർത്താനുള്ള ശ്രമമാണ് ഞാൻ ചെയ്യുന്നത്. അതെൻ്റെ സ്വാർത്ഥതയാണെന്ന് തന്നെ കൂട്ടിക്കോ. അത് കാശ് ഞാൻ കണക്കാക്കുന്നില്ല. കാശിന് വിലയില്ല, വിലയുണ്ട്. എല്ലാവർക്കും കാശ് ആവശ്യമുണ്ട്. കാശ് വേണ്ടാന്ന് പറയുന്ന ആരും കാണുകയില്ല. വലിയ ചില റോഡ് സൈഡിൽ ഇരിക്കുന്നവർ അവിടെ ഇരിക്കുന്നില്ല, ഞങ്ങൾക്ക് കാശിൻ്റെ ഒന്നും ആവശ്യമില്ല, ആഹാരം വാങ്ങിച്ചു തരാൻ പറയും. മനസ്സിലായി? അങ്ങനത്തെ അപൂർവം ആൾക്കാരെ കണ്ടുമുട്ടാൻ സാധിച്ച ഭാഗ്യം. പക്ഷേ കാശ് കൊണ്ടെല്ലാം ആകുമൊന്നുമില്ല, കാശില്ലാണ്ടൊന്നും നടക്കും എന്നുള്ള അഹങ്കാരമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് കാശിന് വേണ്ടി അല്ലെന്ന് ദയവ് ചെയ്ത് എല്ലാവരും വിചാരിക്കുക. അപ്പോൾ ചില ഒരാളിത് ചെയ്ത് ഗുരുവായിട്ട് കണ്ടിട്ട് ഇത് ചെയ്യണം, ദയവ് ചെയ്ത് ഗുരുവായിട്ട് കാണല്ലേ. അതിനുള്ള യോഗ്യതയൊന്നുമില്ല. ഞാൻ നിങ്ങളെപ്പോലെ പച്ചയായൊരു മനുഷ്യ. ഈ പറയുന്ന എൻ്റെ ഉപാസനകൾ ചെയ്യുന്ന എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്നെ തേടയെ പഠിപ്പിച്ച ഗുരു, അദ്ദേഹം തന്ന അറിവ് ഞാൻ തള്ളിപ്പറയില്ല. മനസ്സിലായ? ഏതൊക്കെ രീതിയിൽ പോട്ടെ, ഗുരുക്കന്മാരെ തള്ളിപ്പറയാൻ പറയില്ല. കാര്യം അദ്ദേഹത്തിൽ നിന്നൊരു വിദ്യ പഠിച്ച ഏത് വിദ്യയാണെങ്കിൽ, യോഗവിദ്യ, കുണ്ടലിനി ദീക്ഷ,
ക്രിയായോഗ, അവരെല്ലാം ഗുരുക്കന്മാർ, അവരുടെ കാലിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഞങ്ങൾക്ക് കുലഗുരു ഉണ്ട്, അത് വേറെ. കുലഗുരു ജന്മനാ ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനെന്ന് ഗുരുവാകാനൊന്നും ഈ ജന്മം നടക്കുകയല്ല. അടുത്ത ജന്മം ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ലതും നടക്കും, അല്ലേ അറിയാം. അതും ഉറപ്പൊന്നുമില്ല, മനസ്സിലായി. ഞാൻ നിങ്ങളെപ്പോലുള്ള പച്ചയായ മനുഷ്യ, പിന്നെ എൻ്റെ അറിവ് ഒരു പരോപകാരാർത്ഥം ഇത് പറയണം എന്നുള്ളത് കൊണ്ട് ഇത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെയും എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കാതെ, ഫീസ് എത്രയാണെന്ന് ചോദിക്കാതെ, ഒന്നും ചോദിക്കാതെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം അയക്കുക. അതില്ലാണ്ട് ഉറക്കം വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അയക്കും കേട്ടോ. എനിക്ക് നിങ്ങൾ തന്നാലും തന്നില്ലേ എനിക്ക് സുഖമായിട്ട് ഉറക്കം വരും. നിങ്ങളുടെ ഒരു ആരുടെ ആണെങ്കിലും ആ ഒരു നിയോഗം എനിക്ക് കിട്ടുമ്പോൾ, ആ കർത്തവ്യം കിട്ടുമ്പോൾ ദൈവം എന്നോട് പറയുക, എടാ നീ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നോക്ക്. അത് ചെയ്തു കൊടുക്കാൻ പറ്റിയെങ്കിൽ നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ടാസ്ക്കാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, മനസ്സിലാക്കുക. അത് എനിക്ക് നിയോഗമുള്ളപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നോക്കും. ഞാനായിട്ടൊരു അലസത കാണിക്കില്ല, ആ ഉറപ്പ് സത്യസന്ധതയോടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ഇതിൽ ദൈവം എനിക്ക് തന്ന ടാസ്കും അതിൽ വന്ന ഒരു അനുഭവം പിന്നെ ഞാൻ പറയാം. അതൊരു തിരുപ്പതി ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.